ഹലോ കൂട്ടുകാരെ, അങ്ങനെ നമ്മളിത് അവധിക്കാലം ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് തണ്ണീർമുക്കം ബണ്ടിലേക്കാണ് യാത്ര കേട്ടോ. കോട്ടയത്ത് നിന്ന് കുമരകം റൂട്ട് നേരെ വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്. സൈഡിലൊക്കെ അതേ തണൽ മരങ്ങളൊന്നും അങ്ങേറ്റം വരെ കേട്ടോ. സുഖമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. നല്ല റോഡാണ്, അടിപൊളി വൈബാണ് കേട്ടോ വണ്ടി ഓടിക്കാൻ തന്നെ. അങ്ങനെ നമ്മളിത് തണ്ണീർമുക്കം ബണ്ടിൽ എത്തി പാലം കയറി ഇറങ്ങുകയാണ്. പാലം കാണുമ്പോൾ നമുക്ക് ബെഹ്റിൻ ബ്രിഡ്ജിൻ്റെ അതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. ആ വൈബാണ്. പക്ഷേ ബെഹ്റിൻ ബ്രിഡ്ജ് ഇങ്ങനെയല്ല, അത് കടലിന് മുകളിൽ കൂടിയാണെങ്കിൽ ഇത് കായലിന് മുകളിൽ കൂടി. എന്തായാലും കൊള്ളാം, രസമുണ്ട് കേട്ടോ. പാലത്തിൽ കൂടെയുള്ള യാത്രയൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ നേരെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ മുകളിൽ കൂടെ കയറി ആ കായലിന് നടുക്ക് ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് എല്ലാം നല്ല വിശാലമായിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മളിതേ ആ വ്യൂ പോയിൻറ്റിലേക്ക് എത്തി. വ്യൂ പോയിൻറ്റിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് കേട്ടോ സമയം. സൂര്യനൊക്കെ ചെറുതായിട്ട് അസ്തമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കായലിൽ ഹൗസ് ബോട്ട് ഇങ്ങനെ നിരന്ന് നടക്കുന്നുണ്ട് കേട്ടോ. ഏതൊക്കെയോ ഫാമിലി സ്പീഡ് ബോട്ട് എടുത്ത് കറങ്ങുന്നുണ്ട്. നമ്മളും സ്പീഡ് ബോട്ട് യാത്ര ഒന്ന് ആസ്വദിക്കണമെന്ന് കരുതി തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സ്പീഡ് ബോട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അത് അന്വേഷിച്ചാണ് വന്നത്. പക്ഷേ അവൻ്റെ നേരം റൈഡിന് പോയിരിക്കുകയാണ്. വേറെ ഒരു ഡ്രൈവറെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്. ഒരു ബോട്ട് അങ്ങനെ കരയ്ക്ക് അടുത്ത് ട്രിപ്പ് കഴിഞ്ഞിട്ട് കേട്ടോ. ചെറിയൊരു ഫാമിലി, ഒരു അമ്മയും അച്ഛനും കുഞ്ഞുമുണ്ട്. രസമാണ്, നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് ഇവിടെ സെൽഫികളുടെ ബഹളമാണ്. ഹൗസ് ബോട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല നല്ല സെൽഫികളൊക്കെ എടുത്ത് ഇങ്ങനെ രസിക്കുകയാണ് കേട്ടോ പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ അത് ഒന്ന് ആശക്കുട്ടി, ഒന്ന് ലക്ഷ്മി, ഒന്ന് ആതിര. അപ്പോഴത്തേക്ക് ഞാൻ ബോട്ട് ഡ്രൈവറെ തപ്പിയെടുത്തു. ഒരു ബോട്ട് സെറ്റായിട്ടുണ്ട്. ബോട്ടിൽ കയറാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഉത്സാഹത്തിലായി. ലക്ഷ്മിക്ക് മാത്രം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ബോട്ട് മുങ്ങിയാലും അവൾ പൊങ്ങിക്കിടക്കും, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബോട്ട് സെറ്റായി, നമുക്ക് ബോട്ടിലൊന്ന് കയറാം കേട്ടോ. അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും. വരുന്നു. അങ്ങനെ ബോട്ട് ആശാൻ വീശിയെടുത്ത് കറങ്ങുവാണ് കേട്ടോ.
അടിപൊളി വൈബാണ്, അടിപൊളി സെറ്റാണ്. എന്തായാലും ഇവിടെ വരുന്നവർ ഈ സ്പീഡ് ബോട്ട് യാത്ര ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. പെൺപിള്ളേർ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ ബോട്ട് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി ബാലൻസ് കിട്ടുന്നില്ല. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുത്തി സ്പീഡ് കൂട്ടി വിടുകയാണ് കേട്ടോ. ഡ്രൈവർ നമ്മുടെ ഒരു ചങ്കാണ്, നല്ല കമ്പനിയാണ് കേട്ടോ. പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ്, പുള്ളി ഒരു ഗൈഡിനെ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടാണ് അദ്ദേഹം ബോട്ട് പറത്തുന്നത്. കായലിന് ഫുള്ള് ഒന്ന് കറങ്ങി എടുത്തോട്ടോ. അങ്ങ് ദൂരെ കാണുന്ന ഒരു ഐലൻഡ് ഉണ്ടല്ലോ, അത് കാണും പാതിരാമണൽ കേട്ടോ. അങ്ങോട്ടത്തേക്കൊക്കെ ബോട്ട് സർവീസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇച്ചിരി നേരത്തെ പോയാലേ പാതിരാമണലിലേക്കൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ വരാൻ പറ്റുള്ളൂ. പാതിരാമണൽ എന്ന് പറയുമ്പോഴത്തേനെ കണ്ടിരിക്കേണ്ടത് തന്നെ ഒരു ഐലൻഡാണ്. ഇവിടെ വരുന്നവർ അങ്ങോട്ട് ഇച്ചിരി നേരത്തെ വന്നിട്ട് അവിടത്തേക്കും ഒരു ട്രിപ്പ് സെറ്റാക്കണം കേട്ടോ. പിന്നെ നല്ല അടിപൊളി റിസോർട്ടുകൾ കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഉണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ എന്നാന്ന് പറഞ്ഞാൽ ഫോറിനേഴ്സിന് മാത്രമേ അതിൽ റിസോർട്ട് കൊടുക്കുകയുള്ളൂ, റൂംസ് കൊടുക്കുകയുള്ളൂ. പിന്നെ NRI നമ്മളെ പോലെയുള്ള പ്രവാസികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അതിൻ്റെ മാനേജരും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ്. വേണമെങ്കിൽ റൂം സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. റൂമൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്താൽ മതി. രണ്ട് ഹൗസ് ബോട്ട് ഒന്നിച്ചിങ്ങനെ വള്ളംകളി നടത്തുമായിരുന്നു. ഞങ്ങൾ അവരെ തോൽപ്പിച്ച് അതിനിടയ്ക്ക് കൂടെ ചാടിച്ചു. അങ്ങനെ എന്തായാലും സ്പീഡ് ബോട്ട് യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളി തന്നെ. ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമാണ് കായലിൽ നമുക്ക്
ഇത് ബണ്ടിൻ്റെ അക്കരയും ഇക്കരയുമാണ്. നടുക്കൂടെ പാലം പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഷട്ടറും വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെപ്പോഴൊക്കെയാണ് ഉയർത്തുന്നതെന്നും താഴ്ത്തുന്നതെന്നൊക്കെ നമുക്ക് ചേട്ടൻ പറഞ്ഞു തന്നു. ആ കൃഷിയുള്ള സമയത്തൊക്കെ ഈ ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഷട്ടർ താഴ്ത്തിയിടും. അങ്ങനെ സെറ്റപ്പാണ് കേട്ടത്. സമയം ഏകദേശം കഴിയാറായി. ബോട്ട് റൈഡിൻ്റെ സമയം ഏകദേശം കഴിയാറായി. നമ്മൾ പതുക്കെ തീരത്തോട്ട് പോകാൻ കേട്ടോ. എന്തായാലും ഇവിടെ ഈ ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിച്ചൊക്കെ എടുത്താൽ കൂടുതൽ യാത്രക്കാർ വിദേശികളെ വിനോദസഞ്ചാരികളൊക്കെ ആകർഷിക്കാൻ പറ്റും. പക്ഷേ ഇത് ഇത്രയും നല്ലതാണെങ്കിൽ തന്നെയും എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും വിനോദസഞ്ചാരികൾ വരുന്ന ഈ സ്ഥലത്ത് ഒരു അറേഞ്ച്മെൻറ്റ്സും നടത്തിയിട്ടില്ല. ഇത് കണ്ടില്ലേ, ബോട്ട് ചെട്ടിയാണ് ഈ കാണുന്നത്. ബോട്ടിന് അടുക്കാനൊരു സ്ഥലമില്ല, ആൾക്കാർക്ക് നിൽക്കാനൊരു സ്ഥലമില്ല. ഇവിടെയൊക്കെ നന്നായിട്ട് ടൂറിസം വകുപ്പും സാംസ്കാരിക വകുപ്പൊക്കെ ചേർന്ന് നല്ല രീതിയിൽ ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും അല്ലേ. എനിക്ക് ഈ വീഡിയോ കാണുന്ന ഭരണാധികാരികളോട്, ഇവിടുത്തെ മെമ്പർ അടക്കം, ഈ ബണ്ട് ഉൾപ്പെടുന്ന സ്ഥലത്തിൻ്റെ മെമ്പർ, MLA, പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം ഉള്ളവരുടെ ശ്രദ്ധയ്ക്കാണ് ഞാനീ പറയുന്നത്. ഈ ഏരിയ എങ്കിലും നിങ്ങൾ ഒന്ന് വൃത്തിയാക്കി ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വരാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാക്കി തരണം. ദൈവത്തെ ഓർത്ത്. കണ്ടില്ലേ, 2 കാലും കുത്തിവെച്ച് ഒരു നീല പടുതായും കെട്ടി വെച്ചേക്കുക. ഒരു നല്ല വെയിറ്റിംഗ് ഷെഡും ഒരു ബോട്ട് ചെട്ടിയൊക്കെ ആക്കി മനോഹരമാക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് മനോഹരമായിരിക്കും ഈ വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഈ ടൂറിസം പ്ലേസ്. ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ കേരളം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടൂറിസം കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടക്കിണിയിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എല്ലാ ഭരണാധികാരികളും ഇത് ശ്രദ്ധിക്കണം. പിന്നെ നാട്ടുകാരും മുൻകൈ എടുത്ത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ നമുക്ക് യാത്ര വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് തിരികെ പോകാം കേട്ടോ. ഓക്കെ, ഗുഡ് ബൈ. പുതിയ ചാനലാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം കേട്ടോ. താങ്ക് യു.